खाएंगे कुल्फी फलूदा रबड़ी कैसे बनाते हैं? इसमें लाल मिर्ची और मिलाइएगा। ഇൻഡോറിലെ സെറഫ നൈറ്റ് മാർക്കറ്റ് കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് ദാ നോക്കിയേ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലേ BRT ബസ്സിനെ പറ്റി പറഞ്ഞില്ലേ, ആ ബസ്സുകൾ വന്ന് നിൽക്കുന്ന കോറിഡോറാണ്. അവിടെ ആ ഗ്ലാസ് കൊണ്ട് കാണുന്ന ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡല്ല, ബസ് സ്റ്റോപ്പ്. നമ്മൾ മെട്രോ സ്റ്റേഷൻ, അതായത് മൗറീഷ്യസിലെ മെട്രോ സ്റ്റേഷൻ സെയിം എനിക്കങ്ങനെ തോന്നി. നമ്മുടെ മെട്രോ സ്റ്റേഷൻ പോലല്ല, അതുപോലെ എനിക്ക് തോന്നി. ഇത് നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ല ആർക്കും, കണ്ടോ? റോഡിൽ പോകുന്ന ബൈക്കിൽ പോകുന്ന ഒരു മനുഷ്യർക്ക് പോലും ഹെൽമെറ്റ് ഇല്ല. ലാസ്റ്റിൽ എനിക്ക് തന്നെ ഡൗട്ടായി. ഞാൻ എൻ്റെ ഏട്ടനോട് ചോദിച്ചു, അല്ല ഈ നാട്ടിൽ ഇനി ഹെൽമെറ്റ് വെക്കണ്ടെന്ന് വല്ല നിയമവും ഉണ്ട്? ഒരാൾ പോലും ഹെൽമെറ്റ് വെച്ച് കണ്ടില്ല കേട്ടോ. നമ്മൾ ഇവിടെ ക്യാബിലാണ് വന്നത്, എന്നിട്ട് കുറച്ച് ഇറങ്ങി നടക്കാമെന്ന് വെച്ചു. അങ്ങനെ നടന്ന് ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടന്നു. അവിടെ പോലും എന്ത് നീറ്റ് ആൻഡ് ക്ലീനാണെന്നറിയാമോ? അവിടുന്ന് നമ്മൾ ആദ്യം വന്നത് നടന്നു വന്നത് റെജുവാഡ പാലസിൻ്റെ മുമ്പിലാണ്. ഇതിപ്പോൾ അടച്ചിരിക്കുകയാണ്, 5 മണി വരെയേ ഉള്ളൂ. എങ്കിലും ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നൊരു ഫോട്ടോ എങ്കിലും എടുക്കണ്ടായോ? ഇത് ഇൻഡോറിൻ്റെ ഹൃദയ ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് 18th സെഞ്ച്വറിയിലുള്ള താഴത്തെ നില കല്ലുകൊണ്ടും പിന്നത്തെ 7 നിലകളായിട്ടാണ്, പിന്നത്തെ 6 നിലകൾ തടികളിലാണ്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഭയങ്കര രസമാണ്. നമുക്ക് ഡേ ടൈം ആണെങ്കിൽ അകത്ത് കയറി കാണാം. വാതിൽ തന്നെ കണ്ടോ, തടി കൊണ്ടുള്ളതാണ്. എന്തൊരു രസമാണെന്നറിയോ? നമ്മളവിടെ വന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ പോകുന്നു. വരുന്ന വഴിയിൽ അമ്പലങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ. നമ്മൾ ആ മാർക്കറ്റിലോട്ട് പോകുന്ന വഴി ക്ലീനിങ് കണ്ടോ? ക്ലീനിങ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇതും പറഞ്ഞിരുന്നു. 24 മണിക്കൂർ ഇവിടെ ഷിഫ്റ്റ് വെച്ച ആൾക്കാർ ജോലി ചെയ്യുന്നത്. അധികം അഴുക്കൊന്നുമില്ല കണ്ടോ, 1-2 പേപ്പർ കഷ്ണങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ എങ്കിൽ അതിങ്ങനെ തൂത്തുകൊണ്ടേ അവരിയ്ക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. രാത്രിയിൽ 9 മണി വരെ, അതായത് മോർണിംഗ് 10 to 9 വരെ ഇവിടെ ജുവലറീസ് പ്രവർത്തിക്കുക. സൈഡിലൊക്കെ ഇപ്പോഴും ചില ജുവലറികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രിയിൽ 9 മണി തൊട്ട് 2 മണി വരെ ഇവിടെ സ്ട്രീറ്റ് ഫുഡുകൾ വിൽക്കുന്ന സ്ഥലമാണ്. അതായത് ഏത് ടൂറിസ്റ്റുകൾ ഇൻഡോറിൽ വന്നാലും ഇവിടെ വന്ന് കഴിച്ചിരിക്കും. അവിടുത്തെ വൃത്തി നോക്കിക്കേ. ഇങ്ങനെ ജുവലറിയുടെ മുമ്പിൽ തന്നെ പെട്ടെന്ന് അവർ ഫുഡ് സ്റ്റോളുകൾ ഇടുവാണ്. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. ആദ്യം ചോളയെ കുളിച്ചേ കഴിക്കാമെന്ന് വെച്ചു. ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് ലാസ്റ്റ് വീഡിയോയിൽ കണ്ടില്ലേ, ചോറും ദാലും കോളിഫ്ലവർ ഫ്രൈയും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. അങ്ങനെ അവിടെ ആദ്യം ഇങ്ങോട്ട് നടക്കാനൊരു എനർജി വേണ്ട. അപ്പം ചോളയെ കുളിച്ചേ കഴിച്ചു. നല്ല നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് നീറ്റ്. അതാ മുമ്പേ തൂത്തോണ്ടിരുന്ന ആൾ പോകുന്നുണ്ടോ, ആ വേസ്റ്റൊക്കെ അയാൾ ഇങ്ങനെ കയ്യിലൊരു പോളിത്തീൻ കവർ അതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് പോവുകയാണ്. അടുത്തത് ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. ഇത് നോക്കിയാൽ നമ്മുടെ കാച്ചിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. ഇത് ഗെറാഡു എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. അതിങ്ങനെ ബോയിൽ ചെയ്തിട്ട്, ഹാഫ് ബോയിൽ ചെയ്തിട്ട് അത് നല്ലതായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുക. എന്നിട്ട് അവർ അതിനകത്ത് മുളക് പൊടിയും നാരങ്ങാ നീരും പിന്നെ അവരുടെ ഒരു മസാലയുണ്ട്, അതും കൂടി ഇട്ടിങ്ങനെ മിക്സ് ചെയ്തിരുന്നു. അയ്യോ ഒന്നും പറയണ്ട, എന്താ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയാമോ? സൂപ്പർ ടേസ്റ്റി സാധനമായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ആളോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനൊരു മസാല ചേർക്കും. ഞാൻ ചോദിച്ചു ഈ മസാല തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ തന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വിൽക്കാനൊന്നും വെച്ചിരിക്കുന്നതല്ല, ഞാൻ ചോദിച്ചുകൊണ്ട് തന്നതാണ്. അപ്പോൾ അതിൽ ആ മസാലയ്ക്ക് 45 rupees എങ്ങാണ്ടായിരുന്നു. അപ്പോൾ പിന്നെങ്കിലും ഞാൻ ആ പൈസ അത് കൊടുത്തു. അപ്പോൾ പുള്ളി എനിക്കത് പറഞ്ഞു തരുമോ? ഈ ചേട്ടനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിറങ്ങി. അവിടെ ഒരു ചെറിയൊരു അമ്പലം കണ്ട. അദ്ദേഹം ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. മാസ്റ്റർ ഷെഫിലെ ആൾക്കാരൊക്കെ കൂടെ നിൽക്കുന്ന ഒത്തിരി, ഇവിടെ സ്റ്റോളിൽ വന്ന് കഴിക്കുന്നതൊക്കെ ഒത്തിരി ഫോട്ടോസൊക്കെ ഞാൻ അവിടെ കണ്ടു ആളുടെ കൂടെ. പിന്നെ ഇനി അങ്ങോട്ട് സ്വീറ്റ്സുകളുടെ ഒരു ഏരിയയാണ്. ഇവിടെ ഈ പൊതുവെ നോർത്ത് ഇന്ത്യൻസ് ഭയങ്കരമായിട്ട് സ്വീറ്റ്സ് കഴിക്കും. അവരുടെ സ്വീറ്റ്സിനകത്തൊക്കെ നമ്മുടെ നെയ്യൊന്നും അല്ല. അയ്യോ നെയ്യും മധുരമൊക്കെ തലയ്ക്ക് പിടിക്കും. പൊതുവെ ഞാൻ മധുരം കഴിക്കാത്ത ആളോടായതുകൊണ്ട് എനിക്കിതൊന്നും അങ്ങോട്ട് കഴിക്കാൻ വലിയ താല്പര്യമില്ല. എനിക്ക് എന്തോ പോലെ. ഏട്ടൻ കഴിക്കും പക്ഷേങ്കിൽ, എന്തുകൊണ്ട് ഞാനിതൊക്കെ നിന്ന് ഇങ്ങനെ കണ്ട് രസിക്കുക അത്രമാത്രമേ ചെയ്തുള്ളൂ. പിന്നെ കണ്ടത് ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമാണ്. 24 ക്യാരറ്റ് ഗോൾഡ്, 24 ആയിരുന്നോ 22 ആയിരുന്നോ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ഇത് കുൾഫി എന്ന് പറഞ്ഞാൽ ആ വിൽക്കുന്ന ആൾക്കാരെ നോക്കിക്കുക. ഫുൾ ആഭരണം ഇട്ട്. ഇതൊക്കെ ഒറിജിനലാണോ അറിയില്ല. ആൾക്കാരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ സമ്മതിക്കും കേട്ടോ. ഇത് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമല്ലേ, അതുകൊണ്ട് ഇവരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്തെങ്കിലും വീഡിയോസ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിലോ ഒക്കെ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇത് നോക്കിക്കുക, ഇയാൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ക്യാരക്ടറായിട്ടോ. പുള്ളികളുടെ കൂടെ നോക്കി എല്ലാ സെലിബ്രിറ്റീസും വരുന്നതും അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നതും ഒക്കെ നിറച്ചപ്പം നമുക്ക് വേണ്ടി പുള്ളി എല്ലാം ചെയ്ത് കാണിക്കുക. അത് കോക്കനട്ട് ക്രഷ്, അയ്യോ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ഉണ്ടാക്കുന്ന കണ്ടോണ്ട് നോക്കിക്കോണേ, ഇങ്ങനെയാണെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
कटेगा नीचे। ആള് നമ്മളെ ശരിക്കും എൻ്റർടൈൻ ചെയ്യും കേട്ടോ. മുകളിലോട്ട് നോക്കി പുള്ളി നോക്കാതാ കട്ട് ചെയ്യുന്നത്. അതൊക്കെ വലിയ പാട്ടൊക്കെ പാടി നമ്മളെ ശരിക്കും എൻഗേജ്ഡ് ആക്കി വെക്കും കേട്ടോ. അപ്പോൾ അതാ ചെയ്യുന്നത്. അത് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കി കാണിക്കുന്നത്. കരിക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വെള്ളം അതിലൊഴിക്കുവേ. ഒഴിച്ച ശേഷം നമ്മൾ ആ ഒരു കാമ്പില്ലേ അതിനകത്തെ ആ കാമ്പും അതിൽ ഇളക്കി മിക്സിക്കകത്തോട്ട് തന്നെ ഇടും. അതിനുശേഷം ജസ്റ്റ് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണാൻ പറ്റും ഷുഗർ ഇതാ ഇത്രയും ആ ഒരു കരിക്കിന് ചേർത്ത് ഇത്രയും ഷുഗർ മാത്രമാണ്, വേറെ ഒരു സാധനവും ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് അവരത് ബ്ലെൻഡ് ചെയ്തെടുത്ത് അപ്പം അകത്ത് കയറി വീഡിയോ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് എന്നിട്ട് അത് നന്നായിട്ട് അരിച്ചെടുക്കും. ഇത്ര മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഒന്നും ചേർക്കുന്നില്ല ആർട്ടിഫിഷ്യലായിട്ട്. ഇപ്പം ഇത് തന്നെ പല ചോക്ലേറ്റ് പല പല ഫ്ലേവറിൽ കിട്ടും. ഇപ്പോൾ ചോക്ലേറ്റ് വേണമെങ്കിൽ സിറപ്പുകൾ ഇരിപ്പുണ്ട്, സിറപ്പ് കൂടെ മിക്സ് ചെയ്ത് കഴിക്കും തരും, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ വേറെ യാതൊരു സാധനം ഇതിൽ ചേരുന്നില്ല. അയ്യോ ഇത് തണുപ്പിച്ചൊന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കണേ, സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാനും ഇത് കണ്ടെങ്കിലും ഇപ്പോഴാണ് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ പോകുന്ന വഴി കണ്ടതാണ് ഒരു അമ്മൂമ്മ ഇരുന്നിങ്ങനെ മാല ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെ പിന്നെ കാണുന്നത് കൊച്ചു കുട്ടികളൊക്കെ ഒത്തിരി വരുന്നതല്ലേ, അവരെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി കുഞ്ഞു ടോയ്സുകളെ. പിന്നെ നമ്മുടെ പുളിയില്ലേ, പുളി ഒക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടോ. പിന്നെ വേറെ എന്തൊക്കെയോ ബേറുണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു, അതൊന്നും പിന്നെ എനിക്കറിയത്തില്ല. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ എനിക്കിതൊക്കെയാണോ വാങ്ങാൻ ഇഷ്ടമെന്ന്, സൂപ്പർമാനും സ്പൈഡർമാനും. അപ്പോൾ എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. അവൾ ഇത്ര വലിയ കുട്ടിയാണേലും ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലുള്ളതാണ്. അപ്പം എവിടെയെങ്കിലും പോകുമ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ വാങ്ങും. അപ്പോൾ അവൾക്ക് വേണ്ടി അവളില്ലായിരുന്നല്ലോ കൂടെ, അവളായിരുന്നു ഇത് ഈ ട്രിപ്പ് ഏറ്റവും എൻജോയ് ചെയ്യേണ്ടത്. അപ്പം ജസ്റ്റ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ ഇത് നോക്കിക്കേ, ഇത് ഇങ്ങനെ പാല് ഇങ്ങനെ കണ്ടിന്യൂസ് അവരിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നതാണ്, നമ്മുടെ കുങ്കുമപ്പൂവൊക്കെ ഇട്ടിട്ട്. അതൊക്കെ ഭയങ്കര ഹെവിയാണ്, കഴിക്കാൻ പറ്റില്ല. നെയ്യ് പൊങ്ങി കിടക്കുന്നുണ്ട് ഈ ഓരോ സ്വീറ്റിൻ്റെ മുകളിലായിട്ട്. പിന്നുള്ളത് ഗുലാബ് ജാമുൻ, അത് ഏട്ടന് ചൂടോട് കഴിക്കണം, ഭയങ്കര ഇഷ്ടം ചൂടോട് ഇതിങ്ങനെ കഴിക്കണം. ഇതിനൊരു കോമ്പിനേഷൻ പറഞ്ഞു തരട്ടെ, ഇതിൻ്റെ പുറത്ത് വാനില ഐസ്ക്രീം ഒഴിച്ച് ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അത് ഞാൻ ഇത് കഴിച്ചില്ല കേട്ടോ. ഇത് 20 റുപ്പീസേ ഉള്ളൂ ഒരു പീസ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഒരു 40 റുപ്പീസിനകത്ത്, അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല, 40 റുപ്പീസിനകത്ത് ആ ഒരു വിലയാവത്തുള്ളൂ. അപ്പം ഇതൊക്കെ കഴിച്ച് ഒരുമാതിരി വയറിപ്പം തന്നെ ഫുള്ളായി. ഏതാണ്ട് 11 മണി കഴിയാറായി. നമുക്ക് തിരിച്ചു പോകണം. പോകുന്ന വഴി പിന്നെയും നടന്നു പോകാണ്ട് നമുക്ക് ഓട്ടോ പിടിച്ച് പോകാമെന്ന് വെച്ച്, ക്യാബൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട, ഓട്ടോ പിടിച്ച് പോകാമെന്ന് വെച്ചു. അപ്പോൾ പോകുന്ന വഴി ഒരു പോലീസ് സ്റ്റേഷൻ, അതിനോട് ചേർന്നൊരു മോസ്ക്, അങ്ങനെ എല്ലാ അമ്പലം മോസ്ക് എല്ലാം അടുത്തടുത്താണ്. അപ്പം തിരിച്ച് നമ്മൾ മടക്കയാത്രയിലാണ്. വീണ്ടും നമ്മുടെ പുതിയ കാഴ്ചകൾക്കായി കാത്തിരിക്കണം. തിരിച്ച് നമുക്കിനി ഒന്ന് റെസ്റ്റ് എടുക്കണം. നാളെ രാവിലെ നമ്മുടെ അടുത്ത യാത്ര തുടരുവാണ്. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് താങ്ക്സ് കേട്ടോ.